السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة. നമ്മുടെ ഡെസ്കിൽ ഇനിയും സുആലുകളുണ്ട്, ആൻസർ ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു സുആലിൻ്റെ ആൻസറിലേക്ക് പ്രവേശിക്കുകയാണ്. ഇദ്ദയെ സംബന്ധിച്ചാണ് ചോദിച്ചത്. ഒരു പെണ്ണ് ഇദ്ദയിരിക്കണം, അത് വഫാത്തിന്റെ ഇദ്ദ, അത് എത്ര മാസമാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം. ഇവിടെ മനസ്സിലാക്കാനുള്ളത്, പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം അത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആജ്ഞകളാണ്. അള്ളാഹും റസൂലും കൽപ്പിച്ച കാര്യം അത്തിഉല്ലാഹു വ അത്തിഉർ റസൂൽ, ഇതാദ്യം നാം മനസ്സിൽ വെക്കണം. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അള്ളാഹ്ക്കും അള്ളാഹിന്റെ റസൂലിനും നിങ്ങൾ വഴിപ്പെടുക എന്നാണ്. അപ്പൊ അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അത് എടുക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്നർത്ഥം. അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ ബാക്കിൽ പിന്നെ നമുക്ക് അതിന്റെ കാരണം എന്താണ്, അതിന്റെ യുക്തി എന്താണ് എന്ന് അന്വേഷിക്കേണ്ടുന്ന ഒരു ആവശ്യം അവിടെ ഇല്ല. അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഉസൂലുൽ ഫിഖ് പഠിപ്പിച്ചിരുന്ന തഅബ്ബുദി എന്നാണ്. അത് ആ പറഞ്ഞതാണ് കേൾക്കാൻ. അതിന്റെ ഉള്ളിൽ ഹക്മത്ത് ഇല്ലാത്തത് കൊണ്ടല്ല ആ പറയുന്നത്. കാരണം വല്ലാഹു അസീസുൻ ഹക്കീം, അള്ളാഹു യോഗ്യനാണ്, തന്ത്രജ്ഞനുമാണ് എന്ന് പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് കിടക്കുന്ന ഒരുപാട് ഹെക്മത്തുകളുണ്ട്. പക്ഷേ ഈ എളിയ ബുദ്ധി കൊണ്ടോ അതല്ലെങ്കിൽ ഈ എളിയ ചിന്ത കൊണ്ടോ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് നാം മനസ്സിലാക്കണം, ഞാൻ ഒരു ദഈഫാണ് എന്ന്. അതാണ് ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദഈഫാണ്. മനുഷ്യനെ ഇങ്ങനെ കണ്ട് ആലോചിക്കുമ്പോഴത്തേന് പെട്ടെന്ന് കിട്ടാൻ പറ്റുന്നതാണെങ്കിൽ പിന്നെ ഖാലിഖും മഖ്ലൂക്കിന്റെയും കാര്യത്തിൽ എന്താ പിന്നെ നല്ലത്? വളരെ ആലോചിക്കണം. അള്ളാഹു ഒരു ഖാലിഖാണ്. ഖാലിഖായ അള്ളാഹുവിനെ മഖ്ലൂക്കിന് ആ പറഞ്ഞതിന്റെ ഹിക്മത്ത് ഫുള്ള് കിട്ടുകയാണ് എന്ന് മനസ്സിലാകുകയാണെങ്കിൽ പിന്നെ അതിന്റെ കഥ കഴിഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ കിട്ടാനും പാടില്ല. അങ്ങനെ ചിന്തിക്കണം, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അവിടേക്കാണ് നാം എത്തിപ്പെടേണ്ടത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. പിന്നെ ഇദ്ദ എന്ന് പറഞ്ഞത് അത് 4 മാസവും 10 ദിവസവുമാണ് ഇദ്ദത്തുൽ വഫാത്ത്. അത് ഒരു ചെറിയ കുട്ടിയെയാണ് കല്യാണം കഴിച്ചത് എങ്കിലും അതിന് ബാധകമാണ് എന്ന് പരിശുദ്ധ ഫിഖ് നമ്മെ പഠിപ്പിക്കുകയാണ്. മനസ്സിലാക്കണം. അത് ഇനി ഫിഖ് തന്നെ പറയുന്നു, പിന്നെ ആ ഭാര്യ ഭർത്തൃ ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും, ഉദാഹരണത്തിന് നിക്കാഹ് കഴിഞ്ഞു, സദസ്സിൽ വെച്ചിട്ട് ആ നിക്കാഹ് കഴിഞ്ഞോട് കൂടെ കേട്ടു അകത്തുനിന്നൊരു നിലവിളിയോ ഒച്ചയും കൂടിയോ ഒക്കെ പാടെ. അപ്പൊ എന്തുണ്ടായിട്ടുണ്ട്? ഇയാള് ലോകത്തോട് ഇവിടെ പറഞ്ഞു എന്നാണ്. ആര്? നിക്കാഹ് കഴിഞ്ഞ ആള് സദസ്സിൽ വെച്ച് തന്നെ മരിച്ചു. അങ്ങനെ ആവുമ്പോഴും ഈ പെണ്ണ് യുദ്ധത്തിൽ വഫാത്തുണ്ട് എന്നാണ് പറയുന്നത്. അതിന് കാരണങ്ങൾ പലതും നിരത്തുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്കണം, പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം ഇവിടെ ഒരാണിന് 4 പെണ്ണ് കെട്ടാനുള്ള അനുവാദം തന്നു. ഒരു പെണ്ണിന് തന്നിട്ടുണ്ടോ? എന്തുകൊണ്ട് തന്നിട്ടില്ല എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അവിടെയും അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല മതി. പക്ഷെ കാരണമുണ്ട്. എന്താ കാരണം? ഒരു ആണിന് 4 പെണ്ണാവുമ്പോൾ ഈ ആണിലുള്ള ഇന്ദ്രിയം 4 പെണ്ണിന്റെ ഗർഭാശയത്തിൽ വന്നാൽ അവിടെ തിരിച്ചറിയാൻ സാധിക്കുന്നു. അതേ സമയത്ത് ഒരു പെണ്ണിനെ 4 ആള് വിവാഹം കഴിച്ചാൽ ഈ പെണ്ണിന്റെ ഗർഭാശയത്തിൽ വരുന്ന ഇന്ദ്രിയം ഇത് ആരുടേതാണ് എന്ന് വ്യക്തമാക്കാൻ സാധിക്കില്ല. അത് മിക്സായി പോകും. മനസ്സിലാകുന്നുണ്ടോ കാര്യം? ഈ കാരണം കൊണ്ടാണ് എന്ന് നമുക്ക് വിലയിരുത്താനും മനസ്സിലാക്കാനും സാധിക്കും. നമുക്കറിയാലോ, മഹാനായ ഇമാമുന ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, ഒരു ചോദ്യം ഉന്നയിച്ചു ഹനഫി ഇമാമിനോട്. എന്തായിരുന്നു ചോദ്യം? ഈ ചോദ്യം തന്നെ, ഒരു പെണ്ണിന് 4 പെട്ടാൻ പാടില്ല, ഒരാണിന് പറ്റുമെന്ന്. ഹനഫി ഇമാം അതിനെക്കുറിച്ച് ആലോചിച്ചു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഇമാം ഹനഫി തങ്ങളുടെ മോള് പറഞ്ഞു പോലും, ഇപ്പൊ ഞാൻ അതിന് മറുപടി തരാം, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്, എന്റെ പേരിനെ നിങ്ങളെ പേരോട് ചേർത്ത് പറയണമെന്ന്. അപ്പോഴാണ് ഇമാം ഹനഫി തങ്ങൾക്ക് മനസ്സിലായി മോളുടെ ബുദ്ധിശക്തി എന്താണ് ആ ബുദ്ധിശക്തി. മകള് പറഞ്ഞു, പെണ്ണുങ്ങളോട് പറഞ്ഞു, അതായത് നിങ്ങൾ ഒരു ഗ്ലാസ് എടുത്ത് ഈ ഗ്ലാസ്സിൽ 4 പശുക്കളെ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും ആവട്ടെ, പാല്, ആടിന്റെ ഒക്കെ പാല് ഇതിലേക്ക് നിറയ്ക്കും. എന്നിട്ട് ആദ്യം നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ച ആടിന്റെ പാലൊന്നും എടുത്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഇതാണ് ഈ ഇരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇമാമുന ഹനീഫ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അതിന് ജവാബ് കൊടുത്തു എന്നാണ്.
അപ്പൊ ആ തിരിച്ചറിവ് കൊടുക്കാൻ പെണ്ണിന് കഴിയില്ല. അപ്പൊ പെണ്ണിനെയും ആണിനെയും ഒരേ അളവുകോല് കൊണ്ട് അളക്കാൻ പറ്റില്ല എന്നതും അതിന്റെ സത്യം തന്നെയാണ്. അപ്പോ എന്ത് ചെയ്തു? ഇമാം ഹനഫി തങ്ങളുടെ പേര് നുഅ്മാനി എന്നാണ്. ആ നുഅ്മാനി എന്ന പേരിന്റെ കൂടെ ഹനഫിയാണ് മോളുടെ പേര് എന്നപ്പോൾ ഇന്നും നിലവിൽ ആ മോളെ പേര് നിലനിൽക്കുകയാണ്. നിങ്ങളുടെ ഈ സംശയത്തിന്റെ ഒരു അടിസ്ഥാനം കൂടി അതിനകത്ത് ഉണ്ടായത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഒന്ന്. രണ്ടാമത്, പെണ്ണിനെ പടച്ചത് എവിടെ നിന്നാണ്? ആണിന്റെ വാരിയിൽ നിന്നാണ്. മറിച്ച് പെണ്ണിന്റെ വാരിയിൽ നിന്ന് ആണിനെ പടച്ചല്ല. അതും അതിനകത്ത് മനസ്സിലാക്കണം. അപ്പോ കൂടുതൽ ബന്ധങ്ങളും സ്നേഹങ്ങളും അതബുകളും എല്ലാം അറിയിക്കേണ്ടതും കൊടുക്കേണ്ടതും പെണ്ണിന്റെ ഭാഗത്തുനിന്ന് ആണിനാണ് എന്ന വസ്തുതയും അവിടെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ആണ് എന്ന് പറഞ്ഞാൽ ആണ് പുറത്തിറങ്ങി നടക്കേണ്ടവനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടവനും ഇവർക്ക് ചെലവിന് കൊടുക്കേണ്ടത് ബാധ്യസ്ഥനുമാണ് എന്നത് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അർ റിജാലു ഖവ്വാമുന അലൻ നിസാ എന്ന് പറഞ്ഞാൽ അവരെ വടിയെടുത്ത് അടിച്ചോളിയും എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. അൻ നിസാഉ ഖവ്വാമുന എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ. ആലോചിച്ച് നോക്കണം നമ്മൾ അതൊക്കെ. അർറിജാലു നല്ല പറഞ്ഞ അർറിജാലു ഖവ്വാമുന അലൻ നിസാ. എന്നിട്ട് തഫ്സീറുകൾ പറയുന്നു അതിന്റെ ഒരർത്ഥം ഏത് തന്നെയാണ്? അവർക്ക് ചെലവിന് കൊടുക്കുന്നു എന്ന് തന്നെയാണ്. അപ്പൊ പെണ്ണ് ജോലിക്ക് പോയിട്ട് ആണിനെ പോറ്റ എന്നതല്ല മാതൃക. ആണ് ജോലി ചെയ്ത് പെണ്ണിനെ പോറ്റ എന്നുള്ളതും അവന്റെ മേൽ തന്നെയാണ് അത് ബാധ്യതയും. അപ്പൊ ഒരു ആണ് യുദ്ധരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ആണിന് കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ കുട്ടികളെ പോറ്റാനുള്ള ചെലവും കാര്യങ്ങളും പോക്കലും പിടിക്കലും നടക്കണമെങ്കിൽ അവിടെ ബുദ്ധിമുട്ട് വരുന്നു എന്ന കാഴ്ചപ്പാട്, അതിന്റെ അപ്പുറത്തും വരെ കാഴ്ചപ്പാട്, അതിന്റെ അപ്പുറത്തും വരെ ഹെക്കുമത്ത് അള്ളാഹും റസൂലും പറഞ്ഞതുകൊണ്ട് നമ്മുടെ മേൽ ആ കാര്യം അങ്ങനെ ആക്കി തന്നു എന്നതാണ്. അപ്പൊ ഈ രണ്ട് കാരണം വെച്ച് നോക്കുമ്പോഴും ഒരളവ് കൊണ്ട് അളന്നു കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം അല്ല എന്നർത്ഥം. മാത്രവുമല്ല, അതിന്റെ ഒരു കാരണം ഗർഭാശയം ഒഴിവായിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കലാണ് എന്ന് ഈ അടുത്ത കാലത്ത് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് ഗവേഷണം നടത്തിക്കൊണ്ട് ആ വിഷയത്തിൽ അഗ്രഗണ്യരായ സയന്റിസ്റ്റ് ഡോക്ടർമാർ അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു അത് അത്യാവശ്യമാണ്. ഈ 4 മാസം 10 ദിവസം ഇരുന്നാലേ ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിന് അത് ഒഴിവായിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ശരീഅത്തുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എത്ര വലുതാണ്. അതൊരു കാരണമാണ്. പക്ഷെ അപ്പോഴും നമ്മുടെ ഫുഖഹാഇന്റെ പോക്ക് ഒന്ന് ആലോചിച്ചു നോക്കണം നിങ്ങൾ. ഇങ്ങനെയുള്ള ഒരു കാരണം അവിടെ ഉണ്ടെങ്കിലും ആ കാരണത്തിന്റെ മുകളിലും ഒരു സംശയം കൊണ്ടുവരും. എന്ത്? അപ്പോ ഇങ്ങനെ യഇസ് വന്നു പ്രസവിക്കൂല എന്നുള്ള അങ്ങനെ വരാലോ. എന്നാൽ ആ ഒരു കാഴ്ചപ്പാടിനെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫുഖഹാ കാണുകയും അത് അവരുടെ കിതാബിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഞാൻ നിങ്ങൾക്ക് മുവനിയൊരു ഇബാറത്ത് വായിച്ചു തരാം. എന്താണ് പറഞ്ഞത്? ഇന്നമാലം യുഅ്തബറു ഹുനാ അൽ വത്തു, അതായത് പെണ്ണിനെ സംയോഗം ചെയ്യണം എന്നുള്ള ഒരു കാരണമൊന്നും വിടല്ല. കല്യാണം കഴിഞ്ഞു, ഞാൻ പറഞ്ഞ സദസ്സിൽ വെച്ച് മരണപ്പെട്ടാലും അത് ബാധ്യതയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ കുട്ടിയെയാണ്, അതിന് കഴിയില്ലല്ലോ സംയോഗത്തിന്, എന്നാലും അത് ബാധ്യതയാണ്. പിന്നെ അന്ന ഫിർഖത്തൽ വഫാത്തി ലാ ഇസാഅത ഫിഹാ മിനസ് സൗജി, മനസ്സിലാക്കണം. ഈ വഫാത്ത് എന്ന ആ ഫിർഖത്ത് സൗജിൽ നിന്നുള്ള ഒരു ഇസാഅത്ത്, ഒരു തെറ്റോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ ഉണ്ടാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നതോ അല്ല. പിന്നെ ഉമിറത്ത് അവരോട് കൽപ്പിക്കപ്പെട്ടത് ബിത്തഫ്ജി അലൈഹി, ഒരാണിന്റെ വഫാത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെടാനും അത് പ്രകടിപ്പിക്കാനും അവന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ബന്ധപ്പെട്ടവൾ ആര് തന്നെയാണ്? അവന്റെ ഭാര്യയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ പലപ്പോഴും ഭാര്യ ഭർത്താക്കളുമായിട്ട് പല ഷണ്ടകളും വർത്തമാനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏകദേശം ഒരു മാസക്കണ് പിന്നിടുന്ന സമയത്ത് സ്വഭാവങ്ങൾ മാറണം. എന്തുകൊണ്ടാ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെയൊക്കെ ഒരു ബന്ധമുണ്ട്. പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചു തന്നതിലുള്ള ഒരു അമേധ്യമായ ബന്ധം അവിടെയുണ്ട്. പെട്ടെന്ന് മാറുമല്ലോ. ഇന്ന് ഫോൺ ചെയ്തപ്പോൾ നമ്മുടെ എന്തായിട്ടുണ്ടാവും? ചൂടായിട്ടുണ്ടാവും. അത് കഴിഞ്ഞൊരു മാസം 2 മാസം കഴിയുമ്പോഴത്തേന് നേരെ അതിങ്ങോട്ട് ഓപ്പോസിറ്റിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് മറ്റുള്ള സുഹൃബന്ധങ്ങളിലുള്ള ഒന്നല്ല. അവിടെ ആ പക അവിടെ വെക്കും, ഇവിടെ ആ പക മാറുന്നുണ്ട്. അതുകൊണ്ട് അവർക്കും മാറ്റം വരുന്നുണ്ട്. അപ്പൊ ആ മാറ്റം വരുന്നതിന്റെ മേലുള്ള ആ ഖിൽഖിയായിട്ടുള്ള ഒരു ബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നതിന്റെ ഒരു അടിസ്ഥാനം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് പറയുന്നു ബിത്തഫജ്ജു അലൈഹി വ ഇൽഹാറുൽ ഹുസ്നി ബിഫിറാഖിഹി, ആ ഫിറാഖ്, ആ വിട്ട് പിന്നെ ആ ഒരു വിയോഗം കൊണ്ടുള്ള ദുഃഖത്തെ വെളിവാക്കലാണ് അവളോട് കൽപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഈ കാരണം കൊണ്ട് തന്നെയാണ് വജബൽ ഇഹ്ദാദു, അവളുടെ മേൽ എന്തായിട്ടുണ്ട്? ചടഞ്ഞിരിക്കൽ, അതായത് ഇദ്ദയിലിരിക്കൽ നിർബന്ധമായത്. പിന്നെ പറഞ്ഞു ഇതിന്റെ പേരില് മനസ്സിലാക്കണം വലിയന്ന മഖ്സൂദഹ, ഈ ഇദ്ദ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? മഖ്സൂദ അൽ അഅ്ലമു ഹിഫ്ളു ഹഖ്ഖി സൗജി എന്നാണ്.
പെണ്ണിന്റെ ഭർത്താവിന്റെ ഹക്കിനെ സൂക്ഷിക്കുന്നതിന്റെ മഹത്വം ഒന്ന് പ്രകടിപ്പിക്കലാണ്. അവന്റെ ഭർത്താവിനോടുള്ള ബന്ധം ഹക്ക് എത്രയുണ്ട് എന്ന് അറിയിക്കൽ തന്നെയാണ് ഒന്നാമത്തെ കാരണം. അതാണ് കാരണം. എന്നിട്ട് പറയുന്നു, അത്ര കാലം മുമ്പ് തന്നെ ഇവരൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ പറയുന്നുണ്ടോ. പിന്നെന്തല്ല ദൂന മാരിഫത്തിൽ ബറാഅത്തി റഹമു ഒഴിവായി എന്നതല്ല. അപ്പൊ ഈ റഹം ഒഴിവായി എന്നത് അറിയലാണ് എന്നുള്ളത് രണ്ടാം കാരണമാണ്. ആ കാരണത്തിനെ ശരിവെച്ചുകൊണ്ട് ഇന്നത്തെ ഗവേഷണം മുന്നോട്ട് വരികയും ചെയ്തു. പക്ഷെ എന്നാലും അതിന്റെ അപ്പുറത്തും ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാവും എന്ന ഒരു നിരീക്ഷണം നമ്മുടെ മുൻഗാമികളായ ഫുഖഹാ കണ്ടുപിടിച്ചു. അവർ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചു. നോക്കൂ, ഇത് മുഗനിയിൽ നിന്നാണ് 395 പേജിൽ അതിന്റെ ഷറഹിൽ കാണാൻ സാധിക്കും. ഭർത്താവിന്റെ ഹക്കിനെ സൂക്ഷിക്കുക എന്നതിന്റെ വണ്ണ വലിപ്പം മഹത്വം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് കൽപ്പിക്കപ്പെട്ടത് എന്നൊരു കാര്യം. ഇതുപോലെ ഒരുപാട് കാരണങ്ങളുണ്ട്, മനസ്സിലാക്കണം. അപ്പോഴാണ് ആ ഒരു ബന്ധത്തിന്റെ ബന്ധം എത്രമാത്രം ശക്തിമത്തായതാണ് എന്ന സത്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. അവിടെയാണ് അതിന്റെ സത്യം നിൽക്കുന്നത്. അതുപോലെ തന്നെയാണല്ലോ പറഞ്ഞു ഹുന്ന ലിബാസുലക്കും അന്തു ലിബാസുല്ലഹുന്ന എന്ന്. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ തന്നെ അതിലെടുത്തു പറഞ്ഞത് വല്ലദിന യുതവഫൂന മിൻകും വയദറൂന അസ്വാജൻ വസിയത്തൻ ലിഅസ്വാജിഹിം മതാഅൻ ലിൽ ഹൗൽ ഇലാഖില്ലായ. ഇങ്ങനെ ഈ ആയത്തൊക്കെയാണ് അതിന് ബലം തെളിയിക്കൊണ്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഈ അടിസ്ഥാനത്തിലാണ് 4 മാസവും 10 ദിവസവും എന്ന് പറഞ്ഞത്. അത് ഇരിക്കല് വുജൂബുമാണ്. പിന്നെ അതിന്റെ ബാക്കിൽ അതിന് ശിക്ഷയുണ്ടോ മറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, പഠിച്ച റബ്ബ് നമ്മളുടെ അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ ഒരു ഹുക്കം നമ്മൾ പ്രതിപാദിക്കപ്പെട്ട് ഒരു ഹുക്കം പറഞ്ഞാൽ ആ ഹുക്കം എടുക്കുന്ന നമ്മളൊരു ബാധ്യതയാണ്, കടമയാണ്. അത് എടുക്കണം. അത് എടുത്തിട്ടില്ല എങ്കിൽ അതിന്റെ പേരിലുള്ള ഹുക്കുമ് നമുക്ക് പറയാൻ പറ്റും അത് തെറ്റാണ്, അത് ഹറാമ് ചെയ്തു. ഹറാമ് ചെയ്യുമ്പോൾ അതുണ്ടാവുന്ന കുറ്റം എന്താണ്? അത് ബിമഹല്ലി ഫദ്ലിഹി അള്ളാഹു കൊടുക്കും, കൊടുക്കാതിരിക്കും. അതിന്റെ ഇടയിൽ നമുക്ക് എന്തായാലും കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൂ. അപ്പൊ വിഷയം അങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ചളഞ്ഞിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാരണവശാലും പുറത്തേക്ക് പോവേണ്ടതില്ല എന്നല്ല. പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം പ്രതിപാദിക്കുന്ന ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണ് ഭർത്താവ് മരണപ്പെട്ട് ചെറിയ കുട്ടികളാണ്, അവൾക്ക് ജോലിക്ക് പോയിട്ട് അവൾക്ക് അവർക്ക് വേണ്ടുന്ന വേതനം കൊടുക്കണമെങ്കിൽ അവൾക്ക് പോവാം, മറയിലായിട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെന്താ മനസ്സിലാക്കാത്തത്? മറയിലായിട്ട് പോവാം, എന്നാലും ഇദ്ദ എന്നത് ഒഴിവാക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലാക്കൂ. അപ്പോൾ എല്ലാ വശങ്ങളും ദീർഘവീക്ഷണം ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായി പരത്തിക്കൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇനി അങ്ങനെ ഡോക്ടറേറ്റേക്ക് പോകേണ്ട ഒരു ആവശ്യമിന് പോവാം, മറയിൽ പോവാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്കെന്റെ ഒരു അനുഭവം ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 4 മാസം മുമ്പ് നമ്മുടെ ഒരടുത്ത കുടുംബത്തിൽപ്പെട്ട ഒരു പയ്യൻ കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് സൗദി അറേബ്യയിലേക്ക് പോയി. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, സുബൈർ എന്നാണ് പേര്, എന്റെ പേരെന്നെ. അങ്ങനെ അവിടെ എത്തി 15ാമത്തെ ദിവസം മസ്തിഷ്ക ഞരമ്പ് പൊട്ടി മരണപ്പെട്ടു. അങ്ങനെ തിരിച്ചു വന്നു. അങ്ങനെ ഈ 2 മാസം മാത്രം കല്യാണം കഴിഞ്ഞിട്ടായിട്ടുള്ളത്. അതില് ഈ പെണ്ണിന് ഇവന്റെ ടെലിഫോൺ ബന്ധാവുന്ന ആ മരണത്തിന്റെ അന്നാണ് അറിയുന്നത് പെണ്ണിന് ഗർഭിണിയായിട്ടുണ്ട്. നോക്കൂ, ഇനിയിപ്പോ ആ പെണ്ണ് ഈ 9 മാസം, അതായത് പ്രസവിക്കുന്നത് വരെയും ഇദ്ദയിരിക്കണമെന്നല്ല ശറഈന്റെ നിയമം. അപ്പോൾ ആ ആണ് അത്രക്കും വിഷമത്തിലും ഓന്റെ ഒരു ജീവിതത്തിൽ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും ലോകത്തോട് വിട പറഞ്ഞിരിക്കുക. അപ്പൊ ഈ പെണ്ണ് ചണഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞിരുന്നിട്ട് ആ ഭർത്താവിനോടുള്ള സ്നേഹം പ്രകടമാക്കിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും ഒരു നാൾ ആഖിറത്തിൽ ഗുണം തന്നെയാണല്ലോ. അങ്ങനെയും ചിന്തിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം ഈ വിഷയം നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ തെറ്റുണ്ടോ കുറ്റുണ്ടോ എന്നുള്ളതിന്റെ കാര്യം അങ്ങനെയാണ്. പിന്നെ തമാശയിൽ ചോദിക്കുന്നെങ്കിൽ അതിന്റെ കാര്യഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഒരു പെണ്ണിനെ ആണിനോട് സാമ്യപ്പെടുത്താൻ ഒരിക്കലും പറ്റൂല. അത് പല കാരണങ്ങളെ കൊണ്ടും ഇതുകൊണ്ട് തന്നെ വ്യക്തമായി പറഞ്ഞു. പിന്നെ ഒന്ന്, പ്രസവിക്കില്ല, അതുകൊണ്ട് പിന്നെ റഹ്മാൻ എന്നുള്ള കാരണമല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ആ കാരണം ഒന്നുകൂടി മനസ്സിലാക്കിക്കൊടും. അല്ല സൗജി എന്നാണ്. അത് തന്നെയാണ് അവിടുത്തെ കാരണം. ആ കാരണം തന്നെയാണ് പറയാനുള്ളത്. അത് തന്നെയാണ് ഫുഖഹാ കണ്ടുപിടിച്ചത്. ഇനിയും ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം, പിന്നാലെ പോകേണ്ട ആവശ്യമില്ല, നമുക്കൊരു കാരണം മതിയല്ലോ. അപ്പൊ ആ വിഷയത്തിൽ അതാണ് മനസ്സിലാക്കാനുള്ളത്. വ്യക്തമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റെന്തെങ്കിലും ഇനിയും വരുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാൻ ശ്രമിക്കാം. മുമ്പൊരു സമയം ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഗ്രൂപ്പില്. അതിന്റെ ഈ വിഷയന്റെ വഫാത്താണോ അല്ലയോ? വഫാത്ത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി അതല്ല എങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ജവാബ് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ അത് ആരുടെ കയ്യിലുണ്ടെങ്കിൽ ഫോർവേഡ് ചെയ്താൽ ഒന്നുകൂടി നമുക്ക് വിശദീകരണം എന്ന് കിട്ടും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിനെ പറയാനും കേൾക്കാനും അതനുസരിച്ച് അമല് ചെയ്യാനും ഒക്കെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് എത്തിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.